ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടി ഒരു കാലത്ത് കോടതിയിൽ വക്കീലായി ജോലി ചെയ്തു. പിന്നീട് ആ ജോലി ഉപേക്ഷിച്ച് സിനിമ എന്ന സ്വപ്നത്തിൻ്റെ പിന്നാലെ ഓടി. 100 കണക്കിന് സിനിമകൾ, 3 ദേശീയ പുരസ്കാരങ്ങൾ, പത്മശ്രീ, പത്മഭൂഷൺ. ഇന്ന് മലയാള സിനിമയുടെ ചരിത്രം എഴുതുമ്പോൾ ആദ്യ പേജുകളിലുള്ള ഒരാൾ മമ്മൂട്ടി. എങ്ങനെ സംഭവിച്ചു ഈ അത്ഭുതം? പരാജയങ്ങളിൽ നിന്ന് അദ്ദേഹം എങ്ങനെ കരകയറി? 70 കഴിഞ്ഞിട്ടും യുവാക്കളെപ്പോലും വെല്ലുന്ന സൂപ്പർ സ്റ്റാറാണ് അദ്ദേഹം. അതാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ടു മൈ ചാനൽ. മമ്മൂട്ടിയുടെ യഥാർത്ഥ പേര് മുഹമ്മദ് കുട്ടി പനപ്പറമ്പിൽ ഇസ്മായിൽ. 1951 സെപ്റ്റംബർ 7 ആലപ്പുഴ ജില്ലയിലെ ചന്ദരൂരിൽ ജനനം. പിന്നീട് കുടുംബം കോട്ടയത്തുള്ള ചെമ്പിലോട്ട് താമസം മാറി. അദ്ദേഹം ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിലായിരുന്നു വളർന്നത്. പിതാവ് ഇസ്മായിൽ അരിയുടെയും വസ്ത്രത്തിൻ്റെയും വ്യാപാരവുമായി ബന്ധപ്പെട്ടിരുന്നു. അമ്മ ഒരു ഗൃഹനാഥിയായിരുന്നു. കുടുംബത്തിലെ മൂത്ത മകനായിരുന്നു മമ്മൂട്ടി. ബാല്യകാലം മുതൽ സിനിമയോടായിരുന്നു അദ്ദേഹത്തിന് അടങ്ങാത്ത ആഗ്രഹം. ചെറുപ്രായത്തിൽ തന്നെ സിനിമ കാണുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു സ്വപ്നം വിതച്ചു. ഒരു ദിവസം താനും വെള്ളിത്തിരയിലെത്തണം. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം പ്രീ ഡിഗ്രിയും ഡിഗ്രിയും അദ്ദേഹം എറണാകുളത്ത് പൂർത്തിയാക്കി. പിന്നീട് ഗവൺമെൻറ് ലോ കോളേജിൽ നിന്ന് അദ്ദേഹം നിയമബിരുദവും നേടി. അന്ന് വീട്ടുകാർക്ക് വലിയ അഭിമാനമായിരുന്നു. തൻ്റെ മകൻ വക്കീലായി. അങ്ങനെ അദ്ദേഹം മഞ്ചേരിയിൽ 2 വർഷത്തോളം അഭിഭാഷകനായി ജോലി ചെയ്തു. എന്നാൽ മനസ്സ് കോടതിയിലായിരുന്നില്ല, സിനിമയിലായിരുന്നു. 1971 അദ്ദേഹത്തിന് ഒരു ചെറിയ അവസരം ലഭിച്ചു. അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിൽ ചെറിയൊരു വേഷം. ആരും ശ്രദ്ധിച്ചില്ല, ആരും അറിഞ്ഞുപോലുമില്ല. ശേഷം ചെറിയ കുറേ കഥാപാത്രങ്ങൾ. പല സംവിധായകരുടെയും വീടുകൾ തോറും അദ്ദേഹം കയറിയിറങ്ങി. വർഷങ്ങളോളം അദ്ദേഹത്തിന് വലിയൊരു ബ്രേക്ക് പോലും കിട്ടിയില്ല. പ്രശസ്ത എഴുത്തുകാരൻ MT വാസുദേവൻ നായർ ഒരു ദിവസം അദ്ദേഹത്തിന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞു. 1980 വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിൽ ശ്രദ്ധേയമായൊരു വേഷം ലഭിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് അവസരങ്ങൾ കൂടാൻ തുടങ്ങി. 1981 തൃഷ്ണ, 1984-85 കാലഘട്ടങ്ങളിൽ തുടർച്ചയായ വിജയങ്ങൾ. അതിരാത്രം, നിറക്കൂട്ട്, കാഴ്ച ഇവയാണ് മമ്മൂട്ടിയെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർത്തിയത്. 1987 വന്ന ന്യൂഡൽഹി എന്ന ചിത്രം അദ്ദേഹത്തിന്റെ കരിയർ മാറ്റിമറിച്ചു. ഈ സിനിമയ്ക്ക് ശേഷം അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ മാത്രമായിരുന്നില്ല, മെഗാസ്റ്റാറായി ഉയരുകയായിരുന്നു. തുടർന്ന് ഒരു വടക്കൻ വീരഗാഥ, മതിലുകൾ, അമരം, ദ കിങ്, കമ്മീഷണർ എന്നിവ ആ കാലഘട്ടത്തിലെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളായി മാറി. ഹിറ്റ്ലർ, രാജമാണിക്യം, പാലേരി മാണിക്യം, പ്രാഞ്ചിയേട്ടൻ, ഉണ്ട, കണ്ണൂർ സ്ക്വാഡ്, ഭ്രമയുഗം എന്നിവ ഓരോ കാലഘട്ടത്തിൽ ഓരോരോ മമ്മൂട്ടിയെ നമുക്ക് സമ്മാനിച്ചു. പിന്നീട് അദ്ദേഹം മലയാളത്തിൽ മാത്രം ഒതുങ്ങിയില്ല. തമിഴിൽ മണിരത്ന സംവിധാനം ചെയ്ത തളപതി, കണ്ടുകൊണ്ടേൻ, തെലുങ്കിൽ സ്വാതികിരണം, ഹിന്ദിയിലും ഇംഗ്ലീഷിലും അഭിനയിച്ച് അദ്ദേഹം ഇന്ത്യൻ സിനിമയിൽ സ്ഥാനമുറപ്പിച്ചു. 3 ദേശീയ പുരസ്കാരങ്ങൾ, കേരള സാഹിത്യ പുരസ്കാരങ്ങൾ, നിരവധി ഫിലിംഫെയർ പുരസ്കാരങ്ങൾ. 1998 ഇന്ത്യയുടെ പത്മശ്രീ, 2022 കേരള പ്രഭ, ഒടുവിൽ 2026 ഇന്ത്യയുടെ പത്മഭൂഷൺ. 1979 സുൽഫത്തിനെ വിവാഹം ചെയ്തു. മകൾ സുറുമി, മകൻ പറയേണ്ടതില്ലല്ലോ. അച്ഛനും മകനും മലയാള സിനിമയിലെ വിജയകരമായ കുടുംബങ്ങളിലൊന്നായി കാണപ്പെടുന്നു. മമ്മൂട്ടിയെ പ്രത്യേകമായി കാണുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമ മാത്രമല്ല, അച്ചടക്കം, ഫിറ്റ്നസ്, വായന, പിന്നെ സമയപാലനം. പുതിയ ടെക്നോളജികൾ പഠിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം വളരെ വലുതായിരുന്നു. ഓരോ കഥാപാത്രത്തിനു വേണ്ടിയും അദ്ദേഹം പ്രത്യേകം തയ്യാറെടുക്കുമായിരുന്നു. ഇതുകൊണ്ടൊക്കെയാണ് 70 കഴിഞ്ഞിട്ടും പുതിയ നടന്മാർക്ക് അദ്ദേഹം വെല്ലുവിളിയായി തുടരുന്നത്. അഭിനയം മാത്രമല്ല, നിർമ്മാണ കമ്പനി, ടെലിവിഷൻ സംരംഭങ്ങൾ, സാമൂഹിക സേവനങ്ങൾ, വിദ്യാഭ്യാസ, പരിസ്ഥിതി, സാമൂഹിക വിഷയങ്ങളിലും അദ്ദേഹം ഏർപ്പെട്ടുകൊണ്ടിരുന്നു. സിനിമ തിരഞ്ഞെടുക്കുന്ന രീതിയിലും അദ്ദേഹം മാറ്റങ്ങൾ വരുത്തി. വലിയ മാസ് ചിത്രങ്ങൾക്കൊപ്പം അദ്ദേഹം ശക്തമായ കഥാപാത്രങ്ങൾക്കും മുൻഗണന നൽകി. ഭ്രമയുഗം, കണ്ണൂർ സ്ക്വാഡ്, കാതൽ, ദ കോർ എന്നിവ പോലുള്ള ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ അഭിനയ പാടവം ശക്തപ്പെടുത്തി. ഒടുവിൽ 2026 ഇന്ത്യയുടെ പത്മഭൂഷൺ ബഹുമതിയും അദ്ദേഹത്തെ തേടിയെത്തി. മമ്മൂട്ടിയുടെ 5 പതിറ്റാണ്ടിലേറിയ സിനിമാ ജീവിതത്തിൽ അദ്ദേഹത്തെ ഗുരുതരമായി ബാധിക്കുന്ന വ്യക്തിപരമായ ഒരു വിവാദങ്ങളോ ക്രിമിനൽ ആരോപണങ്ങളോ ഉണ്ടായിട്ടില്ല. എന്നാൽ ചെറിയ ചില സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ പൊതുചർച്ചയ്ക്കിടയായി. അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങൾ പൊതുചർച്ചയ്ക്കിടയായി. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം അദ്ദേഹം നടത്തിയ മലയാള സിനിമകളെക്കുറിച്ചുള്ള മാറ്റങ്ങളെക്കുറിച്ചുള്ള നിലപാടുകളും ചർച്ചയായി. അതുപോലെ കസബ എന്ന ചിത്രത്തിലെ ചില സംഭാഷണങ്ങൾ സ്ത്രീവിരുദ്ധമാണെന്നുള്ള വിമർശനവുമുണ്ടായി. എന്നാൽ
അത് പ്രധാനമായും തിരക്കഥയെക്കുറിച്ചും കഥാപാത്രത്തെക്കുറിച്ചുള്ള വിമർശനമായിരുന്നു. വയനാട് സന്ദർശനത്തിനിടെ ഉണ്ടായ ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി. പക്ഷേ പിന്നീട് അതും വ്യക്തിപരമായ ഒരു വിമർശനമായി മാറിയില്ല. ആകെ കൂടി നോക്കുമ്പോൾ മമ്മൂട്ടിക്കെതിരെയുള്ള വിവാദങ്ങൾ സിനിമാ സംഘടനകളായോ കഥാപാത്രങ്ങളായോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുപ്രസ്താവനകളായോ മാത്രം ബന്ധപ്പെട്ടിരുന്നു. വ്യക്തിജീവിതത്തിൽ വലിയ സ്കാൻഡലുകളില്ലാതെ അച്ചടക്കവും പ്രൊഫഷണലിസവും കാത്തുസൂക്ഷിച്ചെന്ന പ്രത്യേകതയാണ് അദ്ദേഹത്തിൻ്റെ പൊതു പ്രതിച്ഛായ. ഒരു വക്കീലിൽ നിന്ന് മെഗാസ്റ്റാറിലേക്ക് 5 പതിറ്റാണ്ടിലേറെയുള്ള ദീർഘയാത്ര, 100 കണക്കിന് സിനിമകൾ, ലക്ഷക്കണക്കിന് ആരാധകർ. എന്നാൽ ഇന്നും ഓരോ സിനിമയിലും പുതുമ തേടുന്ന കലാകാരൻ. അതാണ് മമ്മൂട്ടി. ആ മഹാനടൻ്റെ ഏത് സിനിമയാണ് നിങ്ങളെ ഏറെ സ്വാധീനിച്ചത്? കമൻറ്റിൽ എഴുതൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു പുതിയ കഥയുമായി വരുന്നതുവരെ നമസ്കാരം.